മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പറഞ്ഞത് സാധാരണക്കാർക്കുള്ള ബജറ്റെന്നും അതോടൊപ്പം തന്നെ വരും കാലത്തിലേക്കുള്ള സംരംഭങ്ങൾക്കുള്ള ബജറ്റെന്നുമൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ, ഇപ്പോഴത്തെ സാമ്പത്തിക ഞെരുക്കം, ഇതിനെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കർഷകർ കഴിഞ്ഞ കുറേ നാളുകളായി കർഷകർ വലിയ സമരങ്ങൾ നടത്തുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് കർഷകൻ്റെ വിളകൾക്ക് മിനിമം താങ്ങുവില നൽകുക എന്നതാണ്. ഇതിനെ തുടർന്ന് വലിയ സമരങ്ങൾ നടന്നെങ്കിൽ പോലും ഇന്നത്തെ ബജറ്റിലും കർഷകർക്ക് അത്ര കണ്ട് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു മിനിമം വില സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. പകരം കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് തന്നെ കർഷകർക്ക് വലിയ ഗുണം ലഭിക്കില്ല എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. കാരണം കർഷകനെ സംബന്ധിച്ച് അവൻ്റെ വിളകൾക്ക് തക്കതായിട്ടുള്ള വില കിട്ടിയാൽ മാത്രമാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കുന്ന പണം തിരിച്ചടയ്ക്കാൻ കർഷകർ പ്രാപ്തനാവുക. ആ തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ മറികടക്കാൻ പര്യാപ്തമല്ല ഇന്നത്തെ ബജറ്റ് എന്നുള്ള വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സാമ്പത്തിക ഞെരുക്കം അത് കൃത്യമായി മറികടക്കാനുള്ള പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഒരു പർച്ചേസിംഗ് പവർ വരുമ്പോഴാണ് ആ ഒരു വിപണിയൊക്കെ തന്നെ കൃത്യമായി ചലിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ഒരു ബജറ്റിൽ അത്തരത്തിൽ സാധാരണക്കാരിലേക്ക് പണമെത്തുന്ന പ്രഖ്യാപനങ്ങൾ വളരെ കുറവാണ് എന്നുള്ള വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെയാണ് നിർമ്മല സീതാരാമൻ ഒരു ബജറ്റ് അവതരണം നടത്തിയിരിക്കുന്നത്. ആ ബജറ്റിൽ തന്നെ നോക്കിയാൽ ബീഹാറിന് വാരിക്കോരി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ താമര വിത്തുകൾക്കുള്ള പദ്ധതി പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം, പാട്ന വിമാനത്താവളത്തിൻ്റെ വികസനം, ഈ ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കും. ഇത്തരത്തിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ബീഹാറിന് നടത്തുമ്പോൾ ബീഹാറിൽ ഈ വർഷം അവസാനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിനു പുറമെ ഇന്നത്തെ ഒരു ബജറ്റ് മുൻനിർത്തി കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത് ആദായ നികുതിയിൽ വലിയ ഇളവ് വരുത്തി എന്നതാണ്. അതായത് 12 ലക്ഷം വരെ ആദായ നികുതി ഇളവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രഖ്യാപനം പോലും അത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നുള്ള ചില അവലോകനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ആദായ നികുതി സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം വരെ മാസശമ്പളം ലഭിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ 12 ലക്ഷം വരെ വാർഷിക വരുമാനത്തിന് ഒരു ഇളവ് ഉണ്ടാവുക എന്നതാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ശതമാനം, അതായത് 2% താഴെ ആളുകൾക്ക് മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഗുണം ലഭിക്കുക എന്നതാണ് വസ്തുത. അപ്പോൾ ആ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇത്തരത്തിൽ ആദായ നികുതി ഇളവ് നൽകി എന്നൊരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ BJP മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു ബജറ്റാണ്. അതോടൊപ്പം സ്വകാര്യവൽക്കരണത്തിനും വിദേശ നിക്ഷേപത്തിനുമുള്ള വഴി കൂടുതൽ തുറക്കുന്ന ഒരു ബജറ്റ് കൂടിയാണ്. ഈ സ്വകാര്യ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ, അത് സ്വകാര്യ പങ്കാളിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ, അത് പ്രത്യേകിച്ച് ആണവ മേഖലയിലാണ് അത്തരത്തിലൊരു സ്വകാര്യ പങ്കാളിത്തം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ ഇന്നത്തെ ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിലെ ഏറ്റവും റിച്ചായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റ് എന്ന വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നുണ്ട്.